ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണിക്കാമേ. അപ്പോൾ നമുക്കിവിടെ ചുമന്ന അരി വെച്ചിട്ടുണ്ട്. നമ്മുടെ കേരള അരിയല്ല, പക്ഷെ വേറെ അരിയാണ് ചുമന്ന അരി. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് മീൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ട്. എന്ത് മീനാണെന്നൊന്നും എന്നോട് ചോദിക്കില്ല. ഇവിടുത്തെ മീനൊന്നും എനിക്ക് ഇത്ര പരിചയമില്ല ശരിക്കും പറഞ്ഞാൽ. സീ ബാസോ സീ ബ്രീം അങ്ങനെ ആണ്ടൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മുട്ടയൊക്കെ ഇട്ട് ഇങ്ങനെ തോരൻ പോലാക്കി എടുത്ത് അത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ചല്ല, ഇത് ഡിന്നറാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി എന്നാൽ പിന്നെ ഇനി കഴിച്ചു തുടങ്ങാം. ഞാൻ ഇച്ചിരി വെള്ളരിക്കയും പിന്നെ ഒരു പച്ചമുളകും ഒരു ചെറിയ നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പച്ചമുളക് ഒരു ഇച്ചിരി ഹരമാണ്. അപ്പം ഞാൻ ചോറ് കഴിക്കുമ്പോഴത്തേക്കിന് ഞാൻ എപ്പോഴും പച്ചമുളക് കഴിക്കും. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ മലയാളി കൂട്ടുകാരെ, അപ്പം നമുക്ക് കഴിക്കാം. എൻ്റെ മുടിയൊക്കെ ഇച്ചിരി അലമ്പായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ, കാരണം ഞാൻ കുളിച്ചിട്ട് മുടി ശരിക്കും ഉണങ്ങിയിട്ടില്ല, കുളിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തോരനും മീൻകറി പിന്നെ വെള്ളരിക്ക പച്ചമുളക് നാരങ്ങ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞ് മീനിൻ്റെ മേലോട്ട് ഇട്ടിട്ട് നമുക്ക് ആദ്യം മീൻകറി തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലേ എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ നാടൻ ഇതുണ്ടല്ലോ, നാടൻ പുളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയതാണ്. ഞാൻ തറയിലിരുന്നാണ് കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഷോയ്ക്കൊന്നും അല്ല, എനിക്ക് പണ്ട് തൊട്ടേ തറയിലിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. നമുക്ക് മീൻകറി കഴിച്ച് നോക്കാം. കൊള്ളാട്ടോ. മീൻകറി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒലീവ് ഓയിലാണ് ഉണ്ടാക്കിയത്. ഒലീവ് ഓയിലൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ നാടൻ പുളി ഇട്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ അതിനകത്ത്. നമ്മുടെ മുളക് ഭയങ്കര എരിവുള്ള മുളക്. പക്ഷെ ഈ മീനുണ്ടല്ലോ, ഇതിന് വലിയ വേവില്ലാത്തൊരു മീനാണ്. ദശയ്ക്ക് വലിയ കട്ടിയില്ല, പെട്ടെന്ന് ഇതങ്ങ് വേവും. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, മീനിൻ്റെ രുചിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല. നമ്മുടെ മുളക് ഇത് കണ്ടോ. ഞാനൊരല്പം ചോറും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ചോറില്ലേ, ഇത് പെട്ടെന്ന് അങ്ങ് ഇല്ല വായിലോട്ട് വെക്കുമ്പോഴേ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു അരിയത്. നമുക്ക്
കുറച്ച് കഴിച്ചാലും നമുക്ക് വിശപ്പ് മാറത്തില്ല അത് കഴിച്ചാലും. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഉരുളയും കൂടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ മീനല്ലേ ഒലിവ് ഓയിലിനകത്ത് വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ഒലിവ് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് മീൻ കറിയിൽ ഒലിവ് ഓയിൽ ഇട്ടുണ്ടാക്കുന്നത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഒലിവ് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് മീൻ കറിയൊക്കെ ഒലിവ് ഓയിൽ ഉണ്ടാക്കിയാൽ നല്ല ഒരല്പം വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടാൻ മറക്കരുത് കേട്ടോ, പറയാനുള്ളതൊക്കെ. വെണ്ടയ്ക്ക നല്ല നാടൻ വെണ്ടയ്ക്കാണ് കേട്ടോ. കണ്ടപ്പോഴേ ഞാൻ മേടിച്ചു. ഈ പച്ചമുളക് തീറ്റിയില്ലേ, കൊച്ചിലെ തൊട്ടുള്ള ശീലം എൻ്റെ. പിന്നെ ഈ നാരങ്ങയുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാനങ്ങ് കടിച്ച് തിന്നും, കളയത്തില്ല. അങ്ങനെ ആരെങ്കിലും കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ നാരങ്ങയുടെ തൊണ്ട് വരെ കടിച്ച് തിന്നുന്ന എന്നെപ്പോലുള്ളൊരു ഫുഡി പ്രാന്തിയെ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ മീൻകറിക്ക് നല്ല എരിവുണ്ട്. നല്ല പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടായിരുന്നു. എനിക്കൊന്ന് ഈ മീന് വറക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ UK മീൻ കഴിക്കാത്ത ആളാണ്. പക്ഷേ ഇവിടെ ഞാൻ മീൻ കഴിക്കാറില്ലെങ്കിലും എൻ്റെ അനിയൻ വന്നപ്പോഴത്തേക്കിനും അവൻ കുറേ പുളി കൊണ്ടുവന്നായിരുന്നു, കുടംപുളി. അപ്പോൾ അവൻ വന്നപ്പോൾ ഞാൻ ഉണ്ടാക്കിയെന്നു തോന്നുന്നു മീൻകറിയൊക്കെ. അപ്പം എൻ്റെ ബാക്കി കുറേ ഇരിപ്പുണ്ട്. അപ്പം ഞാനോർത്തു എന്നാൽ പിന്നെ കുറച്ച് മീൻ മേടിച്ചങ്ങ് കറി വെക്കാം. നാരങ്ങ ഉണ്ടോ, പൊടിഞ്ഞങ്ങ് പോകുന്നു ഈ മീൻ. പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി ഈ മാംസത്തിനകത്തുനിന്ന് ഇളകി വന്ന്.
ആ മുളക് ഓ ഭയങ്കര. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതായിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവരും കാത്തിരിക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ആഹാരം ചുമ്മാ കഴിച്ചാൽ പോരാ, പക്ഷെ ആസ്വദിച്ച് കഴിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.